എമിയുടെ അടുത്തേക്ക് വന്നു നിന്നു കാർത്തിക. ഡി, എനിക്ക് പേടിയാവുന്നു. അവർ രണ്ടാളും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ. ആര്? എന്താ നീ പറയുന്നത്? തെളിച്ച് പറ. കാർത്തിക തുടർന്നു. ഡി, ആ അഞ്ജലിയും ദേവികയും. അതിന് നിനക്കെന്താ? നിന്റെ ആരാ ഇവിടെ ഉള്ളത്? എല്ലാം ഉപേക്ഷിച്ച് നീ ഇവിടെ നിന്നും പോവുകയല്ലേ? പിന്നെന്താ? എമയുടെ ചോദ്യത്തിന് മുന്നിൽ കാർത്തിക ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ നിന്നു. ആ, അവർക്കാകുന്നത് പോലെ അവർ എന്ത് പ്ലാൻ ചെയ്യാനാ? കൂടിപ്പോയാൽ നിന്റെ അച്ഛൻ. ഓ സോറി, അദ്ദേഹം നിന്റെ ആരും അല്ലല്ലോ. ശേഖരൻ അങ്കിളിനെ അവർ കൊല്ലും, അല്ലെങ്കിൽ എന്നേക്കുമായി ആ ബെഡിൽ തളർത്തി കിടത്തും. രണ്ടായാലും നിനക്കൊന്നും ഇല്ലല്ലോ. എമി, നീ ഉണ്ടല്ലോ ഇവിടെ, അതാണ് എൻ്റെ ഒരു ആശ്വാസം. അത് കേട്ടതും എമി കാർത്തികയോടായി പറഞ്ഞു. അപ്പോൾ നീ അറിഞ്ഞില്ലേ? ഞാനെൻ്റെ ജിജോച്ചായൻ്റെ എൻഗേജ്മെൻറ്റിന് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു 5 days ലീവ് തന്നിട്ടുണ്ട് അജുവേട്ടൻ. അതിപ്പോൾ നീ പറഞ്ഞില്ലല്ലോ. എനിക്ക് തന്നു. ഞാൻ നാളെ പോകും നാട്ടിൽ. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണം കുറച്ച് ദിവസത്തേക്ക്, കുഞ്ഞിനും ശേഖരൻ അങ്കിളിനും വേണ്ടി. അത് കേട്ടതും കാർത്തിക അവളെ രൂക്ഷമായി നോക്കി. കൂടുതൽ നോക്കണ്ട, സ്വന്തം അച്ഛനെയും ഏട്ടൻ്റെ കുഞ്ഞിനും വേണ്ടിയാ, അല്ലാതെ. അതും പറഞ്ഞ് കാർത്തികയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്ത്, നീ ഇവനെ ഒന്ന് പിടിച്ചേ, എനിക്ക് ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. അതും പറഞ്ഞ് എമി അകത്തേക്ക് പോയി. എമി അകത്തേക്ക് കയറിയതും കാണുന്നത് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി താഴേക്ക് വരുന്ന അർജുനെയാണ്. അവൾ ഒരു നിമിഷം അവനെ തന്നെ അങ്ങനെ നോക്കി നിന്നു. അർജുൻ സ്റ്റെയർ ഇറങ്ങി അവളുടെ മുന്നിലായി വന്ന് നിന്നു. കുനിഞ്ഞ് അവളുടെ ചെവിയിലായി പറഞ്ഞു. നോക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ നോക്ക്. ഒന്നുമില്ലെങ്കിൽ നിന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ, എവിടെയും പോകില്ല. സ്വബോധം വന്ന പോലെ എമി തല വെട്ടിച്ചു. കപട ദേഷ്യം പുറത്തെടുത്തു. ആരെ വായി നോക്കി? ഞാൻ ആരെയും നോക്കിയില്ല. നോക്കിയില്ലേ? ഇല്ലേ? ഓക്കെ, എങ്കിൽ ഞാൻ പോയേക്കാം. അയ്യോ, പോവല്ലേ അജുവേട്ടാ. എങ്കിൽ ശരി, പോകുന്നില്ല, പറഞ്ഞോളൂ. അതും പറഞ്ഞ് അർജുൻ 2 കൈയും കെട്ടി അവൾക്ക് കേൾക്കാൻ വേണ്ടി എന്ന വിധത്തിൽ അവളുടെ മുന്നിലായി നിന്നു. എമി അജുവേട്ട എന്ന് വിളിച്ച് തുടർന്നു. കാർത്തികയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എമി അർജുനോടായി പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും എമിയോടായി അർജുൻ പറഞ്ഞു. ഇനി നീ മാക്സിമം ശ്രമിക്കണം അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ. എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ഹെൽപ്പും എൻ്റെ പ്രിയതമയ്ക്ക് പ്രതീക്ഷിക്കാം. അർജുൻ അത് പറഞ്ഞു തീർന്നതും എമി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തും? എമിയുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം അർജുൻ കണ്ണുകളെടുക്കാതെ അവളെ തന്നെ അങ്ങനെ നോക്കി നിന്നു. അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അർജുൻ മറുപടി പറഞ്ഞു. എന്തും. അത് കേട്ടതും എമിയുടെ മിഴികളിലെ പിടപ്പും പരവേശവും അവൻ നന്നായി തന്നെ ആസ്വദിച്ചു. അർജുൻ ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തി അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കി അവളുമായി തൂണിൻ്റെ മറവിലേക്ക് അവളെ നിർത്തി. എമിയുടെ കഴുകൾ അർജുൻ്റെ ഷർട്ടിൻ്റെ കൊളറിൽ മുറുക്കി. അജുവേട്ടാ, എമി പതിയെ അവനെ വിളിച്ചു. അർജുൻ കുനിഞ്ഞു വന്ന് അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടടിപ്പിച്ചു. ചുണ്ടിനെ ഒന്ന് നുണഞ്ഞു. അവളുടെ കണ്ണുകളിലെ ആലസ്യഭാവം കണ്ടതും അർജുൻ അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു. എമി, എത്രയും വേഗം നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരും. ഇനി എൻ്റെ മോൻ്റെയും എൻ്റെയും കൂടെ നീ ഇവിടെ വേണം. നീ ഇല്ലാതെ ഇനി എനിക്ക് പറ്റില്ല. അജുവേട്ടാ, എമി അർജുനെ വിളിച്ചതും അവൻ പറഞ്ഞു. അറിയാം, നാളെയല്ലേ നാട്ടിൽ പോകുന്നത്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ടിക്കറ്റും എടുത്തിട്ടുണ്ട്. അത് കേട്ടതും എമി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ അതേ ദിവസം കാണാതിരിക്കാൻ എനിക്കോ എൻ്റെ മോനോ പറ്റില്ല, കേട്ടല്ലോ. ശ്രീകുട്ടൻ, അവന് അവൻ്റെ അമ്മ എത്രത്തോളം പ്രിയമാണ് അത്ര തന്നെ എനിക്കെൻ്റെ പെണ്ണ്, എൻ്റെ ഭാര്യയും പ്രിയപ്പെട്ടതാണ്. മോനാണോ അച്ഛനാണോ എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തത്? ഓഫ് കോഴ്സ് അച്ഛന്. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. മോളെ, നീ പോകുന്നതൊക്കെ കൊള്ളാം. ഓൺലി ഫോർ 4 days നിൻ്റെ വീട്ടിൽ നിന്നോ. പക്ഷേ 5th day നീ അവിടെ നിന്നും കയറിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. വന്നിട്ട്
അവളുടെ ഇടുപ്പിലിരുന്ന കൈ ഒന്നുകൂടെ മുറുകി. അവളുടെ ഇടുപ്പിൽ പിടിച്ച് അർജുൻ എമിയെ പൊക്കിയെടുത്ത് അവൻ്റെ ഷോൾഡറിലേക്ക് ഇട്ടു. ഇതുപോലെ നിന്നെ എടുത്തെൻ്റെ തോളിലിട്ട് കൊണ്ടുവരും. എമി സ്വയം തലക്കെട്ട് കൂട്ടി. എൻ്റെ കർത്താവേ, അജുവേട്ട താഴെ ഇറക്ക് പ്ലീസ്, ഒന്ന് താഴെ ഇറക്ക്, ആരെങ്കിലും കാണും. അർജുൻ എമിയെ താഴെ ഇറക്കിയതും കാണുന്നത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ശേഖരനെയും കാർത്തികയും ഗായത്രിയുമാണ്. എമി, അയ്യേ, എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ? അർജുൻ എല്ലാവരെയും ഒന്ന് നോക്കി ഒരു എളി പാസ്സാക്കി അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ ശേഖരൻ അർജുനോടെ പറഞ്ഞു, കാറിൻ്റെ കീ കയ്യിലുണ്ടല്ലോ അല്ലേ? ആ ഉണ്ടച്ചാ. എന്തേ? അല്ല, ഇനി അത് മറന്നുപോയി എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങില്ലല്ലോ. അർജുൻ എമിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ എന്നെ കണ്ണുരുട്ടി കാണിച്ചു. അവനൊരു ചിരിയോടെ കാർ പാർക്കിങ്ങിലേക്ക് പോയി കാറും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അർജുൻ അവിടേക്ക് ചെല്ലുമ്പോൾ അവനെ കാത്തു നിൽക്കുന്ന അഭിയെയും ദിവ്യയുമാണ് കാണുന്നത്. എന്താണ് അർജുൻ സാർ വിശേഷങ്ങൾ? അത് നല്ല വിശേഷമാണ്. എൻ്റെ പിള്ളേരെങ്ങനെയുണ്ട്? നിൻ്റെ അമ്മ ദേവിക മേഡം അവരെ കൊന്നോ? കാർത്തിക അവളെ ഒരുപാട് മിസ് ചെയ്യുന്നടാ. അത് പറഞ്ഞതും അർജുൻ പറഞ്ഞു തുടങ്ങി. ഡാ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാൻ ഇതുവരെ നിന്നോടോ ദിവ്യയോടോ പറയാത്ത എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ട്രാജഡിയാണ്. അത് കേട്ടതും അഭിയും ദിവ്യയും മുഖത്തോട് മുഖം നോക്കി. എന്താടാ അർജുനെ? ഡാ, അഭിയും ദിവ്യയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദേവിക മേഡം എൻ്റെ അമ്മയല്ല. വാട്ട്? ദിവ്യയുടെ അലർച്ചയാണ് നമ്മൾ കേട്ടത്. ഡാ, നീ എന്താ പറയുന്നത്? സത്യമാണടാ ഞാൻ പറയുന്നത്. ദേവിക എൻ്റെ വളർത്തമ്മയാണ്.